ഹലോ. അങ്ങനെ നയനയ്ക്ക് പഠിക്കാൻ പോണമെന്നൊക്കെ പറയുമ്പോൾ ആദർശ് അതിന് സമ്മതിക്കാണ്. അങ്ങനെ നയനെ ഒരു കോളേജിൽ പഠിക്കാനായിട്ട് ചേർക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ആദർശിന് മറ്റെല്ലാരെക്കാട്ടിലും വളരെ വലുത് നയന തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു കോളേജിൽ പോക്ക് മുത്തശ്ശന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു കേട്ടോ. എങ്കിലും മുത്തശ്ശനെ അവഗണിച്ചിട്ടാണ് ആദർശ് നയനെ കോളേജിലേക്ക് പറഞ്ഞു വിടുന്നത്. അതിന് ദേവയാനിക്കും ഭയങ്കര എതിർപ്പായിരുന്നു കേട്ടോ. ദേവയാനി അങ്ങനെ നയനോടും ആദർശനോടും മിണ്ടാറ് പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ കോളേജിലൊക്കെ പോയിട്ട് നയന വീട്ടിൽ തിരിച്ചു വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് വീടിന് നടക്കുന്ന ഒരു കാര്യം തന്നെ എല്ലാവരും കേൾക്കുന്നത്. അതായത് നയന ഗർഭിണിയാണെന്നുള്ള കാര്യം. ഇത് കേൾക്കുന്ന ബാക്കി എല്ലാവർക്കും നല്ല സന്തോഷമാകുന്നുണ്ട് കേട്ടോ. വീട്ടിലാണെങ്കിൽ എല്ലാവരും ആഘോഷത്തോടു കൂടി ഈ ഒരു ഇങ്ങനെ ആഘോഷിക്കുകയാണ്. പക്ഷെ ഇതേ സമയത്ത് തന്നെ ഇതറിയുന്ന ആദർശ് ഭയങ്കര ഷോക്ക് ആവുകയാണ്. കാരണം ആദർശും നയനും തമ്മിൽ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഇല്ല. പിന്നെ എങ്ങനെ അവള് ഗർഭിണിയായി എന്നൊരു ചോദ്യമായിരുന്നു ആദർശിന്റെ മുമ്പില്. അങ്ങനെ ആദർശ് ആ റിപ്പോർട്ട് കാണുകയാണ്. ആദർശിന്റെ മുറിയിൽ വെച്ചിട്ട് ആ റിപ്പോർട്ട് ആദർശ് കാണുന്നു. ആദർശിന്റെ കണ്ണെല്ലാം നിറഞ്ഞ് കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം ഒഴുകുവാണ്. എന്നിട്ട് ഇവിടെ നീങ്ങി നിൽക്ക്, നീ ഗർഭിണിയാണോ, ഇത് നിന്റെ റിപ്പോർട്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സത്യം പറയടി, നീ ഗർഭിണിയാണോ എന്ന് ചോദിച്ച് ഇങ്ങനെ ഡെസ്കിനിട്ട് അടിക്കുമ്പോൾ നയന ഒന്ന് ഞെട്ടുകയാണ്. ആദർശേട്ടാ അത് എന്ന് പറഞ്ഞിട്ട് വേണ്ട, ഇനി ഒന്നും പറയണ്ട, ഇത് നിന്റെ റിപ്പോർട്ടല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഗർഭിണിയല്ലേ, പറ, നിന്നെ കോളേജിലേക്ക് പറഞ്ഞയച്ചത് ഞാനാണ്, ഇതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ പറഞ്ഞയച്ചത്, നിനക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് ആദർശ് ഇവിടുന്ന് പൊട്ടിക്കരയുകയാണ്. ഇത്ര നാളെ ഞാൻ നിന്നെ സ്നേഹിച്ചപ്പോൾ നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഡെസ്കിൽ ഉണ്ടായിരുന്ന കുറെ സാധനങ്ങളൊക്കെ വലിച്ചെറിയാണ് കേട്ടോ ആദർശ്. എനിക്കിത് സഹിക്കാനാവുന്നതിലും അപ്പുറമാണെന്ന് പറയുമ്പോഴേക്കും ആ നയന ആദർശിനെ തൊടാൻ വേണ്ടി വരുമ്പോഴത്തേനും വേണ്ട, മേലെ എന്റെ ദേഹത്തിന് തൊട്ടു പോകരുത് എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനെ തള്ളിവിടുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഡെസ്ക് ഒക്കെ ആദർശ് കൈ കൊണ്ട് തള്ളി മറിച്ചിടുകയാണ്. അപ്പൊ ആദർശിന്റെ കൈക്കൊക്കെ നല്ലതായിട്ട് വേദന എടുക്കുന്നുണ്ട്. ആദർശ് അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ, മുഖം പൊത്തി പൊട്ടിക്കരയാണ്. കാരണം ആദർശ് നയന എന്ന് പറഞ്ഞാൽ അത്രത്തോളം അസ്ഥയ്ക്ക് പിടിച്ച് ഭയങ്കരമായിട്ട് ജീവനാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. എന്നാൽ നയന അവിടുന്ന് കരയുകയല്ലാതെ മറ്റൊരു വാക്ക് പോലും മിണ്ടുന്നില്ല. അവസാനം ആദർശ് പറയാണ്, വേണ്ട, മറ്റേയാളുടെ കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ട് ഇനി നീ അനന്തപുരം തറവാട്ടിൽ വേണ്ട, നീ ഇവിടെ എങ്ങോട്ടെങ്കിലും പോയിക്കോ, എന്റെ മുമ്പിൽ ഇനി കാണണ്ട എന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനയ്ക്ക് ഒന്നും മിണ്ടാനില്ലാതെ നയന അവിടുന്ന് പതിയെ ഇറങ്ങി നടക്കാനായിട്ട് പോവാണ്. ഇങ്ങനെ ആദർശം പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ ഹാളിൽ എത്തുകയാണ് കേട്ടോ നയന. എല്ലാവരും കൂടി നിൽക്കണം. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എവിടെ പോവാണെന്നുള്ള കാര്യം. ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറയുമ്പോഴേക്കും എന്താ ഈ പറഞ്ഞത്, അതെന്തിനാ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. നീ ഇപ്പൊ ഗർഭിണിയല്ലേ, എങ്ങോട്ടേക്കും പോകണ്ട എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അല്ല, ഇനി ഇവളെ ഈ വീടിന് ആവശ്യമില്ല, അവൾ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശനും ജാനകിയൊക്കെ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്, അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ, അവളുടെ വയറ്റിൽ വളരുന്ന നിന്റെ മോളല്ലേ എന്ന് പറയുമ്പോൾ അല്ല, അത് എന്റെ അല്ല എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഷോക്ക് ആവുന്നു. ആദർശ് നീ എന്തായി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതെ, നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം ഇന്ന വരെ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ യാതൊരുവിധ ബന്ധം ഇതുവരെ നടന്നിട്ടില്ല, ഞങ്ങൾക്ക് തമ്മിൽ വളരെ സ്നേഹവും പ്രണയമായിരുന്നു, അങ്ങനെ വിശ്വസിച്ചിരുന്നത്. പക്ഷെങ്കിൽ നയന ഇപ്പോൾ എന്നെ ചതിക്കുകയാണ്, അവളുടെ വയറിലുള്ളത് എന്റെ കുട്ടിയല്ല, ഈ അനന്തപുര തറവാടിന്റെ കുട്ടിയല്ല, അതുകൊണ്ട് ഇനി നയന ഇവിടെ വേണ്ട എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഞെട്ടാണ്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ആദർശ് നിനക്ക് തെറ്റുപറ്റിയതായിരിക്കാം, ഒരിക്കലും അങ്ങനെ നയനെ സംഭവിക്കില്ല, ആ ഒരു കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നൊക്കെ ജാനകിയും പറയുന്നുണ്ടെങ്കിലും ആദർശ് പറയാണ്, അപ്പൊ പിന്നെ ഈ റിപ്പോർട്ടിന്റെ അർത്ഥം എന്താ, ഇവള് ഗർഭിണിയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും അത് വിശ്വസിച്ചില്ലേ, എല്ലാവരും അതിനെ ആഘോഷിച്ചില്ലേ, എന്നാൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ ആ സത്യം, ഇവള് ഗർഭിണിയല്ല, ഇവളുടെ അടുത്തേക്ക് ഞാനും ഇവളും തമ്മിൽ യാതൊരു ബന്ധവും അങ്ങനെ ഉണ്ടായിട്ടുമില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ നയനോട് കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് നയനോട്, എന്താണ് സത്യം, നീ തുറന്നു പറ, നീയാണ് ഇവിടെ പറയേണ്ടത്, ഇത് ആരുടെ കുഞ്ഞാണ് നിന്റെ വയറ്റിലെന്നൊക്കെ ചോദിച്ചിട്ട് നയനെ ഒരുപാട് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ആരോടും ഒരു വാക്കുപോലും മിണ്ടാതെ നയനയുടെ കരഞ്ഞുകൊണ്ട് മാത്രം നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നയന വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോളാൻ ആദർശ് പറയുമ്പോൾ നയന പതിയെ നടന്നു നീങ്ങാൻ തുടങ്ങുമ്പോഴാണ് ജലജയുടെ മകൾ വന്ന് നയനയുടെ കയ്യിൽ പിടിച്ചിട്ട് ഏട്ടത്തി പോവരുത് എന്ന് പറയുന്നത്. അപ്പോഴേക്കും ജലജ ചോദിക്കാണ്, അവള് പോട്ടെ, നീ എന്തിനാ അവളെ പിടിച്ചിരിക്കുന്നത്, ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അവളെ മാറ്റുമ്പം ഇല്ല, ഞാൻ ചേച്ചിനെ വിടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ആ പെൺകുട്ടി. അപ്പൊ എന്താ നീ പറഞ്ഞെന്ന് ചോദിച്ച് എല്ലാവരും ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ അവള് പറയാണ്, ശരിക്കും നയനേച്ചി ഗർഭിണിയല്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ഷോക്ക് ആവുകയാണ്. ആദർശാണ് ശരിക്കും ഷോക്ക് ആവുന്നത്. അപ്പൊ ആദർശ് ജലജയുടെ മകളോട് ചോദിക്കുകയാണ്, അപ്പൊ ഈ റിപ്പോർട്ടിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നു. അതെ, ആ റിപ്പോർട്ടുള്ള സത്യം തന്നെയാണ്, അതൊരു പ്രഗ്നൻസി റിപ്പോർട്ടാണ്, ആ പ്രഗ്നൻസി റിപ്പോർട്ടില് പോസിറ്റീവ് ആണ് എന്നൊക്കെ പറയുന്നു. എന്താണ് നീ പറഞ്ഞത്, ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ജാനകി പറയുമ്പോ
ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷേ ഗർഭിണിയായത് ചേച്ചിയല്ല, ഞാനാണ് എന്ന് പറയുമ്പോഴേക്കും ആ അനന്തപുരിയാകെ നടുങ്ങി വിറയ്ക്കുന്നു. കാരണം ജലജയുടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അവളാണ് പറഞ്ഞത് താൻ ഗർഭിണിയാണ് എന്നുള്ള കാര്യം. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്കും ജലജ എന്നിട്ട് അവളെ രണ്ട് കയ്യിലും പിടിച്ചിങ്ങനെ വലിച്ചടിച്ച് ചോദിക്കുകയാണ്, നീ എന്താണ് ഈ പറഞ്ഞത്, ഗർഭിണിയാണെന്നോ? നിനക്ക് ഇതിന് എങ്ങനെ മനസ്സൊന്നും ചോദിച്ചിട്ട് അവളുടെ കവിളത്ത് ആഞ്ഞടിക്കുകയാണ്. അപ്പോഴേക്കും ജാനകി പറഞ്ഞിട്ട് ജലജ അടിക്കരുത് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കാണ്, നീ എന്താ മോളെ പറഞ്ഞത്, നമ്മളുടെ കുടുംബത്തിന്റെ പാരമ്പര്യവും പേരും നശിപ്പിച്ചോലെ മോളെ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും എന്നോട് ക്ഷമിക്കണം, അത് പറ്റിപ്പോയെന്ന് പറയുമ്പോൾ എല്ലാരും ചോദിക്കാണ്, പിന്നെ ഈ റിപ്പോർട്ടിലുള്ളത് സാഹിബ അല്ല, നയനയുടെ പേരല്ലേ, പിന്നെ ഇത് എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ജലജയുടെ മകൾ പറയാണ്, അത് എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി, ഞാൻ പ്രഗ്നന്റ് ആണോ എന്നുള്ള കാര്യത്തില്. അങ്ങനെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ലാബിലേക്ക് പോയി. അവിടെ ചെന്ന് പ്രഗ്നൻസി റിപ്പോർട്ട് പോസിറ്റീവ് വന്ന സമയത്ത് അത് നയനേച്ചി കണ്ടു. നയനേച്ചി കണ്ടിട്ട് ആ റിപ്പോർട്ടിനെ മേടിച്ച് നോക്കി. അങ്ങനെ ചേച്ചിനെ കുറെ വഴക്ക് പറയുകയും ഇനി അടിക്കാനൊക്കെ വരികയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ വിവാഹം കഴിയാത്തവളാണ്, അതുകൊണ്ട് ഇത് കാര്യം നീ പുറത്തറിഞ്ഞാൽ നിന്റെ സമൂഹം തന്നെ നിന്നെ പഴിക്കും, നമ്മുടെ കുടുംബത്തിന്റെ പേര് മഹിമയെല്ലാം നഷ്ടപ്പെടും. അതേ സമയത്ത് ഞാൻ കല്യാണം കഴിഞ്ഞ പെണ്ണായോണ്ട് ഞാനാണ് ഗർഭിണി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ചേച്ചി തന്നെയാണ് അവിടുത്തെ ആ പേര് തിരുത്തി പേര് മാറ്റി എഴുതിയത്. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് ഇത്രയും പ്രശ്നമാകുമെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. എല്ലാത്തിനും തെറ്റുകാരും ഞാനാ, ചേച്ചിനെ ആരും ഒന്നും പറയണ്ട, ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അവളിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ അവിടുന്ന് അലറി വിളിക്കുകയാണ്. എന്നിട്ട് നയന, നീ ഈ കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചെന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, മുത്തശ്ശ, ഇവളുടെ സ്നേഹിച്ചിട്ട് പോയ ആ കാമുകൻ ആരാണെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് നല്ല വ്യക്തതയില്ല. അയാൾ ആരാണെന്ന് കണ്ടുപിടിച്ച് എല്ലാവരും മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് അവന്റെയും ഇവളുടെ വിവാഹം നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരും തീരുമാനം. അതായിരുന്നു സംഭവിച്ചെന്ന് പറയുമ്പോൾ അതൊക്കെ തീരുമാനിക്കാൻ നീ ആരാടി എന്ന് ജലജ ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നു, ജലജ നീ മിണ്ടാതിരിക്കുക, അവള് പറഞ്ഞാലും ശരിയല്ലേ, അല്ലെങ്കിൽ ഈ കാര്യമെങ്ങാനും പുറത്തറിഞ്ഞാല് ഈ അനന്തപുര തറവാടിന്റെ പേര് എന്താവും ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഈശ്വര എന്ന് പറഞ്ഞ ചങ്കത്തും കയ്യും വെച്ചിട്ട് ആ മുത്തശ്ശി എങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അബി പറയാണ്, ഇവളെ എന്തൊരു മോശപ്പെട്ടോളാ, ഇവളെയൊക്കെ ഇപ്പൊ തന്നെ ഇവിടുന്ന് അടിച്ചിറക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അബി മിണ്ടി പോകരുത്, നീ എന്താ വലിയ നല്ലവനാണോ? വിവാഹത്തിന് മുമ്പേനെ എത്ര പെൺകുട്ടികളുടെ കൂടെ നീ കറങ്ങിയിട്ടുള്ളത്, എന്നിട്ടാണോ നിന്റെ അനിയത്തിനെ പറഞ്ഞത് നിന്റെ സ്വഭാവം നിന്റെ അനിയത്തിക്കും കിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശൻ അബീനെയും കുറെ ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് അബിയപ്പം മിണ്ടാ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ കാര്യത്തിൽ ഇപ്പൊ തന്നെ തീരുമാനം ഉണ്ടാക്കണം, ആരാവണമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ. അതെനിക്ക് അറിയില്ല, എനിക്ക് ഇതുപോലെ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ പ്രണയത്തിലായിരുന്നു, പക്ഷെ അവനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്നും ആ പെൺകുട്ടി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ താൻ നയനെ തെറ്റിദ്ധരിച്ചു പോയില്ലെന്നോർത്ത് ആദർശ് വല്ലാണ്ട് വീർപ്പും മുട്ടിരിക്കുകയാണ്. എല്ലാവരും മുമ്പിൽ വെച്ച് നയനയുടെ മുമ്പിലേക്ക് മുട്ടുകുത്തി വീണിട്ട് ആദർശ് പറയാണ്, നയന സോറി, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി, ഒരിക്കലും നിന്നെ സംശയിക്കാൻ പാടില്ലായിരുന്നു. ജാനകി ചെറിയമ്മയ്ക്ക് നിന്നുള്ള ആ ഒരു വിശ്വാസം പോലും എനിക്ക് നിന്നകത്ത് ഇല്ലാതായിപ്പോയി. ഒരു നിമിഷം ഞാനില്ലാണ്ടായിപ്പോയി, നീ എന്റെതല്ലാതായി നോർത്തപ്പോ ഒരു നിമിഷം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് നയനയുടെ കൈ പിടിച്ച് ആദർശ് കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കുറെ നാൾക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു എപ്പിസോഡാണ്. ഓൾറെഡി ഹിന്ദിയിൽ ഇത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഇതുപോലെ അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.